കോഴിക്കോടുകാരെ സംബന്ധിച്ച് ഏറ്റവും പുതുമയുള്ളൊരു കാര്യമാണ് ഓൺലൈൻ ടാക്സി സർവീസ്. കാരണം ഇതുവരെ അങ്ങനെ കൊച്ചിയിലെ പോലെ ഇവിടെ അത്ര വ്യാപകമല്ല. അപ്പം അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ കേരള സവാരി ആപ്പ് വരുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള മെയിനായിട്ട് ഇതിൽ ചാർജിൻ്റെ ആണ്. ഇപ്പം മറ്റുള്ള ആപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി കുറയുന്ന സമയത്ത് ചാർജ് ഒരുപാട് കൂടുകയും അത് ആളുകൾ ബുക്ക് ചെയ്യാൻ ഒരു മടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരിക്കലും 150 കാണിച്ച് ചിലപ്പോൾ ഒരു 300 ആകും, ഡബിൾ ആകും. വണ്ടി കുറയുന്ന സമയത്ത് ചാർജ് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശരിക്കും വലിയൊരു കാര്യം തന്നെയായിരിക്കും. അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാരണം സർക്കാർ നിശ്ചയിച്ച റേറ്റിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതും ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്യുന്ന അവിടെ വണ്ടി എത്തുന്നു. കോഴിക്കോട് ഇതുവരെ അങ്ങനെ ഒരു വ്യാപകമല്ലാത്തൊരു സംഭവമാണ് ഓൺലൈൻ ടാക്സി. അപ്പോൾ അത് വരുന്നത് ആളുകൾക്ക് വലിയൊരു കാര്യം തന്നെയായിരിക്കും. കാരണം ഇതുവരെയായിട്ട് മറ്റുള്ളവർക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റേറ്റ് കൊടുത്തിട്ടാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു നിശ്ചിത റേറ്റിൽ, അതും സർക്കാർ അംഗീകൃത റേറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചും വലിയ കാര്യമാണ്, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. അപ്പം നമ്മളെന്തായാലും മാറി, നിങ്ങൾ മാറുമല്ലേ?